ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു GKC ട്യൂട്ടോറിയൽസ്. നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ GKC ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജോയിൻ മെമ്പർ ആക്കാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ജോയിൻ ചെയ്യുക. ലഭ്യമായ ക്ലാസ്സുകൾ ഏതെന്നറിയാൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക. ഓക്കെ, ഇനി വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക് തിരുവിതാംകൂറിന്റെ ചരിത്രം മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്ര തിരുനാൾ വരെ. 12-ാം നൂറ്റാണ്ടിൽ സ്വതന്ത്രമായ വേണാട് രാജവംശമാണ് പിന്നീട് തിരുവിതാംകൂർ രാജവംശമായി മാറിയത്. സമൃദ്ധിയുടെ നാട് എന്ന അർത്ഥത്തിൽ ശ്രീവാഴുങ്കോട് അഥവാ തിരുവാരങ്കോട് എന്നും അവ തിരുവൻകോടും പിന്നീട് തിരുവിതാംകൂർ എന്ന പേരും ഉദ്ഭവിച്ചു. സമ്പന്നമായ നാട് എന്ന അർത്ഥത്തിൽ വഞ്ചിഭൂമി എന്നും അവിടുത്തെ രാജാക്കന്മാർ വഞ്ചിഭൂപതി എന്നും വിളിക്കപ്പെട്ടു. ആകെ 12 പേരാണ് തിരുവിതാംകൂർ ഭരണാധികാരികൾ ആയത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, കാർത്തിക തിരുനാൾ രാമവർമ്മ, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ, റാണി ഗൗരി ലക്ഷ്മി ഫായ്, ഗൗരി പാർവതി ഫായ്, സ്വാതി തിരുനാൾ, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ആയില്യം തിരുനാൾ രാമവർമ്മ, വിശാഖം തിരുനാൾ രാമവർമ്മ, ശ്രീമൂലം തിരുനാൾ രാമവർമ്മ, സേതു ലക്ഷ്മി ഫായ്, ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മ. ആദ്യം പഠിക്കുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. സ്ഥാനാരോഹണം ചെയ്യുന്നതിനു മുമ്പ് തന്നെ 1723 നെയ്യാറ്റിൻകരയിലെ ഇളമുറ തമ്പുരാൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് വേണാട് ഉടമ്പടി ഒപ്പുവെച്ച രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരും തമ്മിലാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓർണി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1723. 1729 വേണാട് രാജാവ് രാമവർമ്മയുടെ മരണത്തെ തുടർന്ന് പിൻഗാമിയായി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ സ്ഥാനാരോഹണം ചെയ്തു. രാജ്യത്തിനു പുറത്തുനിന്ന് മറവപ്പട എന്ന കൂലിപ്പട്ടാളത്തെ സംഘടിപ്പിക്കാൻ വേണാട് രാജാവ് രാമവർമ്മയെ ഉപദേശിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കാലഘട്ടം 1729 മുതൽ 1758 വരെ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ സ്ഥാനാരോഹണം ചെയ്ത വർഷം 1729. മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ അഥവാ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത്. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ, തിരുവിതാംകൂറിന്റെ അശോകൻ അല്ലെങ്കിൽ ആധുനിക അശോകൻ, തിരുവിതാംകൂറിന്റെ ഉരുക്കുമനുഷ്യൻ, തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ആദ്യ തലസ്ഥാനമാണ് പത്മനാഭപുരം. കൽക്കുളം എന്ന സ്ഥലം നവീകരിച്ച് പത്മനാഭപുരം എന്നാക്കുകയായിരുന്നു. ഇതിന്ന് തമിഴ്നാടിന്റെ ഭാഗമാണ്. തിരുവിതാംകൂറിന്റെ വാണിജ്യ തലസ്ഥാനമായിരുന്നു മാവേലിക്കര. ചോരയുടെയും ഇരുമ്പിന്റെയും നയമാണ് മാർത്താണ്ഡവർമ്മ കൈക്കൊണ്ടത്. മാർത്താണ്ഡവർമ്മയുടെ വാണിജ്യ വകുപ്പ് മന്ത്രി അറിയപ്പെട്ടിരുന്നത് മുളക് മടിശീലക്കാർ എന്നാണ്. മാർത്താണ്ഡവർമ്മയുടെ പ്രഗത്ഭനായ പ്രധാനമന്ത്രിയാണ് രാമയ്യൻ ദളവ. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയാണ് മല്ലൻ ശങ്കരൻ. വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരം വക എന്നിങ്ങനെ 4ആയി തിരിക്കുന്ന സമ്പ്രദായം ഏർപ്പെടുത്തിയത് മല്ലൻ ശങ്കരനാണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. ഡച്ചു സൈന്യാധിപനായിരുന്ന ഡിലനോയുമായി ചേർന്ന് സ്വന്തമായി സൈന്യം രൂപീകരിച്ച ആദ്യ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി. മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1742. ഇളയിടത്ത് സ്വരൂപത്തെ അഥവാ കൊട്ടാരക്കരയെ തിരുവിതാംകൂറിനോട് ചേർത്ത വർഷം 1742. കായംകുളം രാജാവും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് പുറക്കാട് യുദ്ധം. പുറക്കാട് യുദ്ധം നടന്ന വർഷം 1746. വെട്ടിപ്പിടിച്ച് വിസ്തൃതമാക്കിയ തിരുവിതാംകൂർ രാജ്യവും ഉടവാളും കുലദൈവമായ ശ്രീപത്മനാഭന് സർവ്വദാനമായി സമർപ്പിച്ചു. ഈ ചടങ്ങാണ് തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് 1750 ജനുവരി 3. ഇത് 1-ാം തൃപ്പടിദാനം എന്നറിയപ്പെടുന്നു. ശേഷം പത്മനാഭന്റെ ദാസന്മാർ എന്ന നിലയ്ക്ക് ഭരണം നിർവഹിക്കുകയും ചെയ്തു. തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് ശ്രീ പത്മനാഭദാസൻ. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആരാധനാമൂർത്തി അല്ലെങ്കിൽ കുലദൈവം പത്മനാഭസ്വാമിയാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് അറിയപ്പെടുന്ന പേരാണ് ഹിരണ്യഗർഭം. രാജാക്കന്മാരുടെ ഔദ്യോഗിക മുദ്ര ശംഖ്. ഔദ്യോഗിക ഗാനം വഞ്ചീശമംഗളം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭദ്രദീപവും മുറജപവും ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. 6 വർഷം കൂടുമ്പോഴാണ് മുറജപം നടക്കുന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് ഓലകളിൽ എഴുതിയിട്ടുള്ള പ്രമാണരേഖകളെയാണ് മതിലകം രേഖകൾ എന്ന് അറിയപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ മാവേലിക്കര ഉടമ്പടി ഒപ്പിട്ട വർഷം 1753 ഓഗസ്റ്റ് 15. രാജാധികാരത്തെ വെല്ലുവിളിച്ച മാടമ്പികളായിരുന്നു എട്ടുവീട്ടിൽ പിള്ളമാർ. എട്ടുവീട്ടിൽ പിള്ളമാരെ പേടിച്ച് മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന പ്ലാവാണ് അമ്മച്ചി പ്ലാവ്. ഈ പ്ലാവ് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം
നെയ്യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണക്ഷേത്രം. പിന്നീട് എട്ടുവീട്ടിൽ പിള്ളമാരെ വധിക്കുകയും പിള്ളമാരുടെയും പോറ്റിമാരുടെയും വീടുകൾ ഇടിച്ചു നിരത്തി അവിടെ കുളങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. കുളം കോരുക എന്ന ശൈലി വന്നത് അങ്ങനെയാണ്. ഫ്യൂഡലിസം അവസാനിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണ നേട്ടങ്ങൾ: വാർഷിക ബജറ്റ് സമ്പ്രദായം അഥവാ പതിവ് കണക്ക് ഏർപ്പെടുത്തി. ഭൂസർവേ നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. ചൈക്കകൾ അഥവാ ചെക്ക് പോസ്റ്റുകൾ ആരംഭിച്ചു. നിലം പുരയിടം കണ്ടെടുത്ത് നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരം വക എന്നിങ്ങനെ തിരിക്കുന്ന സമ്പ്രദായം ഏർപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ വില്ലേജുകളായും താലൂക്കുകളായും തിരിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. വില്ലേജുകൾ അറിയപ്പെട്ടിരുന്നത് പകുതികൾ എന്നാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കാരൻ എന്നും അറിയപ്പെട്ടു. താലൂക്കുകൾ അറിയപ്പെട്ടത് മണ്ഡപത്തും വാതുക്കൾ എന്നാണ്. ഉദ്യോഗസ്ഥൻ അറിയപ്പെട്ടത് കാര്യക്കാരൻ എന്നും. വട്ടക്കോട്ട പണിതത് മാർത്താണ്ഡവർമ്മയാണ്. പൊന്മന അണ, പുത്തനണ തുടങ്ങിയ അണക്കെട്ടുകൾ നിർമ്മിച്ചു. പത്മനാഭപുരം കൊട്ടാരം പുതുക്കിപ്പണിതതും ആലപ്പുഴ ജില്ലയിലെ കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രമായ ഗജേന്ദ്രമോക്ഷം കാണപ്പെടുന്നത് ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. നളചരിതം ആട്ടക്കഥ രചിച്ച ഉണ്ണായി വാര്യർ മാർത്താണ്ഡവർമ്മയുടെ സമകാലികനാണ്. മാർത്താണ്ഡവർമ്മയുടെ രാജസദസ്സിനെ അലങ്കരിച്ച കവികളാണ് രാമപുരത്തു വാര്യരും കുഞ്ചൻ നമ്പ്യാരും. ദക്ഷിണേന്ത്യയിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ. വേണാടിന്റെയും മാർത്താണ്ഡവർമ്മയുടെയും കഥയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. 1933 ഇത് സിനിമയാക്കി. ഒരു സാഹിത്യകൃതിയെ ആധാരമാക്കിയ ആദ്യ മലയാള സിനിമയാണ് മാർത്താണ്ഡവർമ്മ. കൂടാതെ മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ സിനിമ കൂടിയായിരുന്നു മാർത്താണ്ഡവർമ്മ. ഇത്രയുമാണ് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ്, കാർത്തിക തിരുനാൾ രാമവർമ്മ. കാലഘട്ടം 1758 മുതൽ 1798 വരെ. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂറിൽ ഭരണം നടത്തിയ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. കിഴവൻ രാജാവെന്നും ധർമ്മരാജാവ് എന്നും അറിയപ്പെട്ടത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ടിപ്പുവിന്റെ ആക്രമണത്തെ നേരിടാൻ ധർമ്മരാജാവിന്റെ ഭരണകാലത്ത് നിർമ്മിച്ചതാണ് നെടുങ്കോട്ട. നെടുങ്കോട്ട നിർമ്മിച്ചത് തൃശൂരിലാണ്. നെടുങ്കോട്ടയുടെ മറ്റൊരു പേരാണ് ട്രാവൻകൂർ ലയൺസ്. തിരുവിതാംകൂറിൽ രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ധർമ്മരാജയാണ്. രണ്ടാം തൃപ്പടിദാനം നടത്തിയ വർഷം 1766. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ധർമ്മരാജയാണ് 1790. അനന്തരായൻ പണം, ചിന്നപ്പണം, അനന്തവരാഹൻ തുടങ്ങിയ സ്വർണ്ണ നാണയങ്ങളും ചക്രം എന്ന വെള്ളി നാണയവും പുറത്തിറക്കിയത് ധർമ്മരാജയാണ്. ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ധർമ്മരാജയാണ്. വർഷം 1795. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ധർമ്മരാജ. അദ്ദേഹത്തിന്റെ പ്രധാന ആട്ടക്കഥയാണ് രാജസൂയം. രാമവർമ്മ രചിച്ച ആട്ടക്കഥകളാണ് രാജസൂയം, കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, സുഭദ്രാഹരണം, ഭഗവതം എന്നിവ. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ധർമ്മരാജ സംസ്കൃതത്തിൽ രചിച്ച ബാലരാമഭരതം വിഖ്യാതമാണ്. ധർമ്മരാജാവിന്റെ പ്രശസ്ത ദിവാൻമാരാണ് അയ്യപ്പൻ, മാർത്താണ്ഡപിള്ള, രാജാ കേശവദാസൻ എന്നിവർ. രാജ്യത്തെ തെക്കേമുഖം, വടക്കേമുഖം, പടിഞ്ഞാറേമുഖം എന്നിങ്ങനെ 3 റവന്യൂ മേഖലകളായി തിരിച്ചതും വർക്കലയെ ഒരു പട്ടണമായി വികസിപ്പിച്ചതും ദിവാനായ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ്. നെക്സ്റ്റ്, രാജാ കേശവദാസൻ. ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാനായിരുന്നു രാജാ കേശവദാസൻ. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് രാജാ കേശവദാസൻ. അതായത് തിരുവിതാംകൂറിലെ ആദ്യ ദിവാനാണ് രാജാ കേശവദാസ്. കേശവപിള്ളയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയ ബ്രിട്ടീഷ് ഗവർണർ മോണിംഗ്ടൺ പ്രഭു അഥവാ വെല്ലസ്ലി പ്രഭു. കേശവപിള്ള തന്റെ രാജാവിനോടുള്ള ആദരസൂചകമായി ദാസൻ എന്നുകൂടി ചേർത്ത് അങ്ങനെ രാജാ കേശവദാസായി. വലിയ ദിവാൻജി എന്നറിയപ്പെടുന്നത് രാജാ കേശവദാസാണ്. ആലപ്പുഴയെ മികച്ച തുറമുഖമാക്കിയതും തിരുവനന്തപുരത്ത് ചാലക്കമ്പോളം സ്ഥാപിച്ചതും കേശവദാസാണ്. സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന കുലശേഖര മണ്ഡപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ഥാപിച്ചത് ധർമ്മരാജയുടെ കാലത്താണ്. ഇപ്പോൾ MC റോഡ് എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം അങ്കമാലി റോഡ് നിർമ്മിച്ചത് രാജാ കേശവദാസനാണ്. ധർമ്മരാജാവിന്റെ മരണശേഷം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്ത് സർവാധികാരിക്കാരൻ ആയിരുന്ന ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയുടെ ഇടപെടൽ മൂലം കേശവദാസൻ ചാരനായി മുദ്രകുത്തപ്പെട്ടു. 1799 ഏപ്രിൽ 21 രാജാ കേശവദാസൻ അന്തരിച്ചു. വിഷം കൊടുത്തു കൊല്ലുകയായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത്രയുമാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അഥവാ ധർമ്മരാജയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ്, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. കാലഘട്ടം 1798 മുതൽ 1810 വരെ. ദുർബലനും അപ്രാപ്തനുമായ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. ബാലരാമവർമ്മയുടെ സർവാധികാരിക്കാരായിരുന്നു ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ഉപദേശകൻ മാത്തൂത്തരകൻ, ധനമന്ത്രി തക്കല ശങ്കരനാരായണൻ ചെട്ടി,
ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് വേലുത്തമ്പിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ പ്രക്ഷോഭം നടന്നത്. അതേ തുടർന്ന് പ്രക്ഷോഭം നയിച്ച ചിറയൻകീഴ് ചെമ്പകരാമൻ പിള്ളയെ വലിയ സർവാധികാര്യക്കാരായും തലക്കുളത്ത് വേലുത്തമ്പിയെ മുളകുമടിശീലക്കാര്യക്കാരായും നിയമിച്ചു. തിരുവനന്തപുരത്തിനും നെയ്യാറ്റിൻകരയ്ക്കുമിടയ്ക്കുമുള്ള കാട് വെട്ടിത്തെളിച്ച് അവിടെ നെയ്ത്തുകാരെ പാർപ്പിച്ചത് വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദളവയായ ഉമ്മിണിത്തമ്പി ദളവയാണ്. രാജാവിനെ അനുസ്മരിച്ച് പ്രദേശത്തിന് ബാലരാമപുരം എന്നു പേര് നൽകി. തെക്കൻ കേരളത്തിലെ നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്നത് ബാലരാമപുരമാണ്. ബാലരാമപുരത്തിന്റെ പഴയ പേര് അന്തിക്കാട് എന്നാണ്. പോലീസ് സംവിധാനത്തിന്റെ പ്രാക് രൂപമായ കാവൽ ആവിഷ്കരിച്ചത് ഉമ്മിണിത്തമ്പിയാണ്. നെക്സ്റ്റ്, വേലുത്തമ്പി ദളവ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദളവയായിരുന്നു വേലുത്തമ്പി ദളവ. കാലഘട്ടം 1801 മുതൽ 1809 വരെ. യഥാർത്ഥ നാമം തമ്പി വേലായുധൻ ചെമ്പകരാമൻ. ജനനസ്ഥലം കന്യാകുമാരിയിലെ കൽക്കുളം. വീട്ടുപേര് തലക്കുളത്ത് വീട്. വേലുത്തമ്പി ദളവ തിരുവിതാംകൂർ ദളവയായത് 1801. ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവയാണ്. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. 1809 മാർച്ച് 29 ദളവ ജീവനൊടുക്കിയ അല്ലെങ്കിൽ ആത്മത്യാഗം ചെയ്ത സ്ഥലമാണ് മണ്ണടി ക്ഷേത്രം. മണ്ണടി പത്തനംതിട്ട ജില്ലയിലാണ്. വേലുത്തമ്പി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്. സെക്രട്ടേറിയറ്റ് വളപ്പിൽ വേലുത്തമ്പി ദളവയുടെ പ്രതിമയുണ്ട്. നെക്സ്റ്റ്, റാണി ഗൗരി ലക്ഷ്മിഭായ്. കാലഘട്ടം 1810 മുതൽ 1815 വരെ. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മിഭായ്. ഏറ്റവും കുറച്ചുകാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയും റാണി ഗൗരി ലക്ഷ്മിഭായ് ആണ്. ദേവസ്വങ്ങളുടെ ദുർഭരണം ഒഴിവാക്കാൻ അവയുടെ ഭരണം സർക്കാർ ഏറ്റെടുത്ത വർഷം 1811. ഇത് റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ ഭരണകാലത്താണ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് റാണി ഗൗരി ലക്ഷ്മിഭായ്. 1812 ഡിസംബർ 5 അടിമക്കച്ചവടം നിർത്തലാക്കിയത്. ഉമ്മിണിത്തമ്പിയെ പദവിയിൽ നിന്ന് നീക്കം ചെയ്ത് കേണൽ മൺറോയെ ദിവാനാക്കിയത് ഗൗരി ലക്ഷ്മിഭായ്. സെക്രട്ടേറിയറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിൽ വരുത്തിയത് കേണൽ മൺറോയാണ്. ചട്ടവരിയോലകൾ എന്ന പേരിൽ നിയമസംഹിത തയ്യാറാക്കിയതും ദിവാൻ മൺറോയാണ്. സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച കേസുകൾക്കായി ഹുസൂർ കോടതികൾ സ്ഥാപിച്ചത് ഗൗരി ലക്ഷ്മിഭായിയുടെ കാലത്താണ്. തിരുവിതാംകൂർ ഭരണത്തെ കാലോചിതമായി പരിഷ്കരിച്ച് ആധുനികമാക്കിയത് മൺറോയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.